ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ കിരീട നേട്ടത്തിനായി ഇന്ത്യ ഇന്ന് ഇറങ്ങുമ്പോൾ മത്സരത്തെ വിലയിരുത്താനായി ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് മുതിർന്ന സ്പോർട്സ് ജേർണലിസ്റ്റ് കെ.ആർ. നായർ ചേരുന്നു. സ്വാഗതം ശ്രീ കെ.ആർ. നായർ. ഇന്ന് ഇന്ത്യയുടെ ചാമ്പ്യൻസ് പോരാട്ടം നടക്കുകയാണ്. ഉച്ചയ്ക്ക് 2:30 അവിടെ മത്സരം നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. ഇന്ന് ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൻ്റെ ഫൈനൽ മത്സരം അരങ്ങേറുകയാണ്. അതിനു മുൻപായി 6 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് റിപ്പോർട്ട് ചെയ്ത കെ.ആർ. നായർ നമ്മോടൊപ്പമുണ്ട്. അതുമാത്രമല്ല 2020 വൺഡേയുമായി 15 ലോകകപ്പുകളും ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ക്രിക്കറ്റിനെ വിലയിരുത്തുകയാണ്. ഇന്നത്തെ സാധ്യതകൾ, ഇന്ത്യ നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ, അങ്ങനെ കാര്യങ്ങൾ എന്താണ്, ആരാണ് ഇന്ന് ജയിക്കാനുള്ള സാധ്യത ഏറെയുള്ളത്? ജയിക്കാനുള്ളതിനെക്കാട്ടിലും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് റിപ്പീറ്റ് മാച്ചാണ്. ഈ റിപ്പീറ്റ് മാച്ച് ആകുമ്പോൾ എന്ത് പറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടീമുകളും നല്ലവണ്ണം പ്രിപ്പയർ ചെയ്യും. ബിക്കോസ് ഇത് മിസ്റ്ററി. ഇപ്പോൾ കഴിഞ്ഞ തവണ ഏർലി ഇന്ത്യയുടെ കുറേ വിക്കറ്റ്സ് പോയി. സോ ഇന്ത്യ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കും. ന്യൂസിലൻഡ് എന്ത് ചെയ്യും? ആ വരുൺ ചക്രവർത്തിയുടെ ആ ചലഞ്ച് അതെങ്ങനെയാണെന്നുള്ളതും അത് കൗണ്ടർ ചെയ്യാൻ നോക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഈ കഴിഞ്ഞ തവണത്തെ റിപ്പീറ്റ് മിസ്റ്റേക്സ് നടക്കാതിരിക്കാനായിട്ടുള്ള ഒരു കണ്ടസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആര് ജയിക്കും എന്നുള്ളത് ഏറ്റവും ലെസ് മിസ്റ്റേക്സ് കാണിക്കുന്ന ടീമായിരിക്കും. പിച്ചിന് സ്വഭാവത്തെ പറ്റി വിലയിരുത്തുവാണെങ്കിൽ എങ്ങനെയാണ്? ആദ്യം ബാറ്റ് ചെയ്യുന്നവർക്കാണ് ചാൻസ് കൂടുതൽ? സ്പിന്നിനെ തുണയ്ക്കോ പേസിനെ തുണയ്ക്കോ, എങ്ങനെയാണത്? ബേസിക്കലി എന്താണെന്ന് നോക്കണമെന്ന് വെച്ചാൽ, ആദ്യം ബാറ്റ് ചെയ്യുന്നത്, ഇപ്പം ഇന്ത്യ ജയിക്കണം എന്നുണ്ടെങ്കിൽ ന്യൂസിലൻഡിനെ ഷുഡ് ബി പുട്ട് അണ്ടർ പ്രഷർ. അപ്പം ന്യൂസിലൻഡ് ആദ്യം ബാറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ലൈക്ക്ലി പ്രഷർ ഇല്ലാതെ സ്കോർ ചെയ്യാൻ പറ്റും റൺസ്. നേരെ മറിച്ച് ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ പ്രഷറിലാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിന്നിനെ കൗണ്ടർ ചെയ്യണം, ആൻഡ് ചേസ് ചെയ്യണം, മറ്റേ ആ ടാർഗറ്റ് എത്തണം, ദോസ് കൈൻഡ് ഓഫ് ഫാക്ടേഴ്സ്. സോ ഇത് അപ്പം എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും ആദ്യം ബാറ്റ് ചെയ്യുന്നത് ഒരു വിധത്തിൽ നന്നായിരിക്കും. പക്ഷേ ടോസ്, നമുക്കിപ്പം രോഹിത് ശർമ്മ ടോസ് നിരത്തി പൊട്ടുകയാണ്. അപ്പോൾ ഇനിയും പൊട്ടുപോകുന്നുള്ള അറിയാൻ വയ്യ. നാളെ പൊട്ടിയ വേൾഡ് റെക്കോർഡ് ഓഫ് ടോസുകൾ പൊട്ടുന്നതാണ്. ലാറയുടെ ഈക്വലിയും ടോസുകൾ ലോസ് ചെയ്തതിൽ. അപ്പം ടോസ് നമ്മുടെ മത്സരഗതിയെ നിർണ്ണയിക്കുമെന്നാണ് സാർ പറയുന്നത്? ടോസിൻ്റെ ഒരു ഫാക്ടറാണ് ആരാദ്യം ബാറ്റ് ചെയ്യും, ആരാദ്യം ഇത് ചെയ്യും. പക്ഷേ കളി ജയിക്കുന്നത് മോസ്റ്റ് ലൈക്ക്ലി ചലഞ്ചിലായിരിക്കും. ഹൗ സ്ട്രോങ് യു ക്യാൻ പുട്ട് യുവർ ടീം. മനസ്സിലായില്ലേ? കൗണ്ടർ ചെയ്യാനായിട്ടുള്ള അറ്റാക്ക് ചെയ്ത് കളിക്കണം. അറ്റാക്ക് ചെയ്യാതെ നമ്മൾ ഡിഫെൻസീവിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട്. കഴിഞ്ഞ തവണ ജയിച്ചത് നേരത്തെ വിക്കറ്റ് പോയെങ്കിലും അറ്റാക്ക് ചെയ്ത് കളിച്ചു. ബാക്കിയുള്ളവർ വന്നവർ കളിച്ചു. നമ്മൾ ഓസ്ട്രേലിയയുടെ കൂടെ ജയിച്ചതും മെയിൻ അതായിരുന്നു. ബിക്കോസ് നമ്മൾ ഡിഡ് നോട്ട് ലെറ്റ് അവർ പുൾ അവർ ഇത് ഡൗൺ, വെൻ അറ്റാക്കിങ്, വെൻ കെപ്റ്റ് സ്കോറിങ്. അങ്ങനെയാണ് നമ്മൾ ജയിച്ചത്. ഇതാണ് വേണ്ടത്, പോസിറ്റീവ് ഔട്ട്ലുക്ക്. ഒരു കാരണവശാലും ഇതൊരു ഫൈനലാണെന്നുള്ളത് മനസ്സിൽ വരരുത്. ജയിക്കണം എന്നുള്ളതായിരിക്കണം മെയിൻ ഉദ്ദേശം. അല്ലെങ്കിൽ അഹമ്മദാബാദിൽ പറ്റിയത് പറ്റരുത്. സെമിയിൽ അതേ 11 തന്നെയായിരിക്കും ഇന്ത്യ ഇന്ന് കളിയിൽ ഇറക്കാൻ സാധ്യത ഉണ്ടാവുക? ചേഞ്ച് വരുത്താൻ വഴിയില്ല. അഥവാ വരുത്തണമെന്നുണ്ടെങ്കിൽ, വേണമെന്നുണ്ടെങ്കിൽ വാഷിങ്ടൺ സുന്ദറിനെ കൊണ്ടുവന്നിട്ട് അക്സർ പട്ടേലിനെ വേണമെങ്കിൽ റെസ്റ്റ്. പക്ഷേ അക്സർ പട്ടേൽ ഈസ് സച്ച് എ നൈസ് ബാറ്റ്സ്മാൻ അവിടെ ടോപ്പ് ഓർഡറിൽ. പക്ഷേ വാഷിങ്ടൺ സുന്ദറും ഈസ് എ ഗുഡ് ബാറ്റ്സ്മാൻ. പക്ഷേ ഇതുവരെ ടെസ്റ്റ് ചെയ്യാത്ത ഒരാളെ ഇതിനിറക്കുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ ആസ് എ സ്പിന്നർ ദർ ഇസ് എ വെറൈറ്റി. അവർ കളിച്ചിട്ടില്ല. അപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടി വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ക്രിക്കറ്റ് എല്ലാം ഒരു ചാൻസ് ആണല്ലോ. ആ ചാൻസിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ട്രൈ ചെയ്യാൻ മതി. ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും. അത് ഇന്ത്യയുടെ വിജയത്തിനൊരു സ്വാധീനമാവുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അതിങ്ങനെ കുറേ സംസാരങ്ങൾ നമ്മൾ കേട്ടു തുടങ്ങി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ എന്തുകൊണ്ടാണ് ന്യൂസിലൻഡുമായിട്ട് ഹോമിൽ കളിച്ചപ്പോൾ പരന്ത് പൊട്ടിയത്? അവിടെ എന്നും കളിക്കണം നമ്മുടെ ഗ്രൗണ്ട് വിക്കറ്റ് തന്നെയല്ലേ. പിന്നെ ഇതൊക്കെ ഇപ്പോൾ പറയണത് തോറ്റ് കഴിഞ്ഞപ്പോഴാണ് പറയണത് ഇത് ഇവർക്ക് അഡ്വാൻറ്റേജാണ്.
ഇവരുടെ ക്രിക്കറ്റ് ബോർഡ് തന്നെയാണ് സൈൻ ചെയ്തിരിക്കുന്നത്, എഗ്രി ടു പ്ലേ ഇന്ത്യ ഇവിടെ കളിച്ചോട്ടെ എന്നുള്ളത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് തോറ്റ് തുടങ്ങിയപ്പോൾ പിന്നെ പറ ഇങ്ങനെ ഓരോ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നത്, ഒരിടത്ത് താമസിക്കുന്നു, ട്രാവലിംഗ് കുറേ. ഈ കളിക്കാർ തന്നെയാണ് ഇപ്പോൾ ഇനി ന്യൂസിലൻഡിൽ നിന്നും എല്ലാവരും പോയിട്ട് IPL-ന് ഇന്ത്യയുടെ ഒരറ്റം മുതൽ അങ്ങ് അറ്റം വരെ പോയി കളിക്കാൻ പോവുകയാണ്. അന്നൊന്നും ഒരു കംപ്ലൈൻറ്റും കാണൂല, ട്രാവലിൻ്റെ ഒരു പ്രശ്നങ്ങളും കാണൂല. ഈ തോക്കുമ്പോൾ കംപ്ലൈൻറ്റ് ചെയ്യാതെ ആദ്യമേ ഫിക്സ്ചർ റെഡി ആക്കുമ്പോഴത്തേക്ക് പറയണം ഇന്ത്യ വിൽ ബി അറ്റ് അഡ്വാൻറ്റേജ്. ആൻഡ് അത് അങ്ങനത്തെ ഒരു ഇത് പാടില്ല. തോറ്റ് കഴിയുമ്പോഴത്തേക്ക് പറയുകയാണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതിൽ ഇതിൽ കാര്യമില്ല. ഗാലറി നല്ല സപ്പോർട്ടാണ് ഇന്ത്യക്ക്. അതൊരു നെഗറ്റീവ് ഫാക്ടറാണോ ഒരു പോസിറ്റീവ് ഫാക്ടറായിട്ടാണ് ഇന്ത്യ ടീമിനെ സ്വാധീനിക്കുക? എപ്പോഴും ഗാലറി സപ്പോർട്ട് ഒരു ടീമിന് വളരെ നല്ലതാണ്. ആൻഡ് ഒരു കാര്യം മനസ്സിലാക്കുക, ഗാലറി സപ്പോർട്ടിനെയൊക്കെ ബേസ് ചെയ്ത് കളി ജയിക്കുന്നതൊക്കെ ബിഗിനേഴ്സ് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കൊക്കെ എന്ത് ഗാലറി സപ്പോർട്ട്. ഗാലറി മുഴുവൻ ഇരുന്ന് കൂവിയാലും അവർ കളിക്കേണ്ട സ്ട്രോക്സ് കളിക്കും. ഒരു ലെവൽ ഓഫ് ക്രിക്കറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഗാലറി സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഇമ്മെറ്റീരിയലാണ്. പക്ഷേ എന്നാൽ നോക്കൂ, ഗാലറി സപ്പോർട്ട് മുഴുവൻ ഉണ്ടായിരുന്നല്ലോ അഹമ്മദാബാദിൽ, കംപ്ലീറ്റ് ഇന്ത്യയുടെ ബാക്കി, എന്നിട്ടും തോറ്റില്ലേ. സോ ഗാലറി സപ്പോർട്ട് ആസ് നത്തിങ്. പക്ഷേ ഗാലറി സപ്പോർട്ട് ഒരു പ്രചോദനമാണ്, കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും ഒരു നല്ല ഒരു അറ്റ്മോസ്ഫിയർ. കിടന്നിട്ട് ഇന്ത്യ എന്ന് പറഞ്ഞ് കിടന്ന് വിളിക്കുമ്പോൾ ഒരു സുഖം, അത്ര തന്നെ. സാറിൻ്റെ ഫൈനൽ പ്രഡിക്ഷൻ ആര് ജയിക്കുമെന്നാണ് സാറിൻ്റെ ഒരു പ്രഡിക്ഷൻ വെക്കുകയാണെങ്കിൽ? എനിക്ക് പ്രഡിക്ഷൻ, സാധാരണ ഞാൻ ഏറ്റവും നല്ല കളിക്കുന്ന ആൾ ജയിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ബിക്കോസ് ഞാൻ ഒരു ന്യൂട്രൽ, ഇത് ദുബായിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തത്, ഒരു ന്യൂട്രൽ റിപ്പോർട്ടറായിരുന്നു ഓൾ അലോങ്. പക്ഷേ ഒന്നുണ്ട്, ഇന്ത്യ ജയിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് ബിക്കോസ് ഓഫ് ഇന്ത്യയുടെ സപ്പോർട്ട്. ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത, അതായത് ഇന്ത്യൻസ് മുഴുവൻ നിൽക്കുമ്പോൾ ഇന്ത്യയുടെ മുമ്പിൽ വെച്ചിട്ട്, ഇന്ത്യക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് ജയിക്കും. ഇവിടെ ന്യൂസിലൻഡ് നമ്മളെ നാളെ ഒന്ന് തപ്പിയാൽ ഒരു 10 ന്യൂസിലൻഡ് ഫാൻസിനെ കിട്ടിയാലായി. സോ ക്രിക്കറ്റിന് നല്ലതാണ്. അപ്പോൾ ക്രിക്കറ്റ് ബ്യൂട്ടിഫുൾ ആകുന്നത് എങ്ങനെയാണ്, ദി മെജോറിറ്റി ഓഫ് ദ പീപ്പിളിന് വേണ്ടിയിട്ട് ഒരു കളിക്കുമ്പോൾ മെജോറിറ്റി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീം ജയിക്കുമ്പോൾ ദാറ്റ് വിൽ ബി വെരി ഗുഡ് ഫോർ ക്രിക്കറ്റ്. ക്രിക്കറ്റ് നിരീക്ഷകരും ഇന്ത്യ തന്നെ ചാമ്പ്യൻസ് ട്രോഫിയിൽ കിരീടം നേടുമെന്നാണ് പറയുന്നത്. ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് രഞ്ജിത്ത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ. ദുബായിൽ നിന്ന് ഷിൻസ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. അത് വിവിധ മത്സരങ്ങൾ റിപ്പോർട്ട് ചെയ്ത അദ്ദേഹമാണ് സംസാരിച്ചത്.